മൂവിയുടെ തുടക്കത്തിൽ ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ ഡെഡ് ബോഡീസിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ 2 ഡോക്ടേഴ്സിനെ കാണിക്കുന്നു. ഇതിലെ ലേഡി ഡോക്ടറിന്റെ പേര് ആമി. മറ്റേ മെയിൽ ഡോക്ടറിന് ആമിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. കൂടാതെ ഇവർ ഫ്രണ്ട്സ് കൂടിയാണ്. നെക്സ്റ്റ് ഡേ ആമിയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അവൾ വളരെയധികം ആവേശത്തിലാണ്. കാരണം അവളുടെ ഫ്രണ്ട്സ് അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അവൾ അങ്ങനെ പാർട്ടിക്ക് പോകാനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ ഒരു ന്യൂസ് അറിയുന്നത്. അതായത് സീരിയസ് കണ്ടീഷനിലുള്ള ഒരു പേഷ്യന്റിനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന കാര്യം. അതുകൊണ്ട് ആമിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടതുണ്ട്. ഇതേ സമയം ആംബുലൻസിന്റെ ഉൾവശം കാണിക്കുന്നു. ഇവിടെ സീരിയസ് ആയി കിടക്കുന്ന പേഷ്യന്റ് ജേക്കബ് ആണ്. അപ്പോൾ ജേക്കബിന്റെ ആ വലിയ കൈ ചലിക്കുന്നതായി കാണാം. പെട്ടെന്ന് ഡോക്ടേഴ്സ് മോണിറ്ററിൽ നോക്കുമ്പോൾ അവൻ മരിച്ചതായി കൺഫേം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെത്തിയ അവന്റെ ബോഡി ആമിയും ഫ്രണ്ടും കൂടി ഹോസ്പിറ്റലിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവന്റെ ബോഡി ചെക്ക് ചെയ്യുന്നു. ശേഷം അവന്റെ വെയിറ്റ് നോക്കുന്നു. 350 കിലോ വെയിറ്റ് അവനുണ്ടായിരുന്നു. പിന്നീട് വർക്കൊക്കെ കഴിഞ്ഞ് അവൾ മറ്റൊരു മുറിയിലേക്ക് വരുന്നു. ആ മുറിയിലാണെങ്കിൽ ധാരാളം ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു. അവയെല്ലാം തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഡെഡ് ബോഡീസ് എല്ലാം എഴുന്നേക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആമി പേടിച്ചു പോയി. എന്നാൽ ഈ ഡെഡ് ബോഡിയായി അഭിനയിച്ചവരെല്ലാം അവളുടെ ഫ്രണ്ട്സ് ആയിരുന്നു. ബർത്ത്ഡേ ആയിട്ട് അവളെ ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. അതിനുശേഷം അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ കൂട്ടത്തിൽ അവളുടെ സഹോദരനുമുണ്ട്. പിന്നീട് ആമിയുടെ ഫ്രണ്ടായ ഡോക്ടർ ആമിയെ പ്രപ്പോസ് ചെയ്യുന്നു. ഇതറിഞ്ഞ ആമിയുടെ സഹോദരൻ അദ്ദേഹത്തിനോട് ദേഷ്യപ്പെട്ട് പറയുന്നു, നിങ്ങൾ എൻ്റെ സഹോദരിയിൽ നിന്ന് അകന്നു നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെയോർത്ത് ഖേദിക്കേണ്ടി വരും. പിന്നീട് താമര എന്ന പേരുള്ള ആമിയുടെ ഫ്രണ്ടിനെ കാണിക്കുന്നു. അവളും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി ജേക്കബ് കിടക്കുന്ന റൂമിലേക്ക് പോകുന്നു. ജേക്കബിന്റെ ബോഡി കണ്ടിട്ട് അവൾ ജേക്കബിനെ കളിയാക്കുകയാണ്. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിൽ അവളുടെ ബോയ് ഫ്രണ്ട് അവളെ വിലക്കുന്നുണ്ട്. അതായത് അവൻ മരിച്ചു കിടക്കുകയാണ്, അവൻ വലിയ അപകടകാരിയാണ്, എന്നാലും ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. അവർ ഇങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ജേക്കബ് കിടന്നിരുന്നിടത്ത് അവനെ കാണാനില്ല. അവർ പേടിച്ച് പരിഭ്രാന്തരായി. പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓഫ് ആകുന്നു. അവർ ലൈറ്റർ ഓണാക്കി നിൽക്കുമ്പോൾ ജേക്കബ് തങ്ങളുടെ പിന്നിലുള്ളതായി അവർക്ക് ഫീൽ ചെയ്യുന്നു. അവർക്ക് അങ്ങനെ അനുഭവപ്പെട്ടത് കറക്റ്റ് ആയിരുന്നു. അവൻ അവരുടെ പിന്നിൽ തന്നെയുണ്ട്. സത്യത്തിൽ അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ താമരയുടെ ഫ്രണ്ടിനെ പിടികൂടിയിട്ട് അവനെ ക്രൂരമായി കൊല്ലുന്നു. അത് കണ്ട് പേടിച്ച് താമര അലറാൻ തുടങ്ങി. ഈ സൗണ്ട് അവളുടെ ഫ്രണ്ട്സ് കേൾക്കാനിടയായത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് അവർ പോകുന്നു. മറുവശത്ത് ജേക്കബ് ആണെങ്കിൽ അവന്റെ അമ്മയുടെ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് പോകുന്നു. അമ്മയുടെ ബോഡി കണ്ടിട്ട് താൻ തന്നെയാണ് തന്റെ അമ്മയെ കൊന്നതിൽ അവൻ ഖേദിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം അവിടെ ഇരുന്ന് ഒരു മാസ്ക് എടുത്ത് ധരിക്കുന്നു. എന്നിട്ട് കുറച്ച് ടൂൾസും കയ്യിൽ കരുതുന്നു. ഇതിലൂടെ ഇവൻ ഇനിയും തന്റെ ക്രൂരത തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുവശത്ത് താമര ഭയന്ന് തന്റെ ഫ്രണ്ട്സിനെ നോക്കുവാണ്. എന്നാൽ ആരെയും കണ്ടെത്താനായില്ല. അവളുടെ ശബ്ദം കേട്ട് സ്ട്രക്ചറൽ ആമിയുടെ ബോസ് അങ്ങോട്ട് വരുന്നു. അവൻ എന്തോ സംശയം തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ ജേക്കബ് അവന്റെ പിറകിൽ നിൽക്കുന്നു. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുമ്പേ തന്നെ ജേക്കബ് ചങ്ങലയുടെ കൊളുത്ത് അവനിൽ കുരുക്കുന്നു. എന്നിട്ട് ആ ചങ്ങല വലിക്കുന്നു. അപ്പോൾ തന്നെ ആ പാവം താഴെ വീണിരുന്നു. അതിനുശേഷം ജേക്കബ് ആ മനുഷ്യനെ അവന്റെ അടുത്തേക്ക് വലിക്കുന്നു. ശേഷം ബോസിനെയും അവൻ കൊല്ലുന്നു. അടുത്ത സീനിൽ ആമിയും ഫ്രണ്ട്സും ജേക്കബ് കിടക്കുന്ന മുറിയിലേക്ക് വരുന്നു. അവിടെ താമരയുടെ ബോയ് ഫ്രണ്ടിന്റെ ഡെഡ് ബോഡി അവർ കണ്ട് ഭയക്കുകയാണ്. ഇത് ചെയ്തത് ജേക്കബ് ആണെന്ന് അവർക്ക് മനസ്സിലായി. ആമിയുടെ സഹോദരനാണെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് ജേക്കബിനെ കണ്ടെത്താൻ പോകുന്നു. ഇവരുടെ കൂടെ മറ്റൊരു പെൺകുട്ടി കൂടിയുണ്ട്. അവൾ ആമിയുടെ സഹോദരന്റെ ഗേൾഫ്രണ്ടാണ്. അങ്ങനെ തിരിഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽ ഭാഗ്യവശാൽ താമരയെ അവർ കാണുന്നു. അപ്പോൾ താമര അവരോട് പറയുന്നു, ജേക്കബ് ആണ് അവളുടെ ബോയ് ഫ്രണ്ടിനെ കൊന്നത്, നമ്മളെയും കൊല്ലാൻ വരും, അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്നാൽ ആമി പറയുന്നു, ഇല്ല, അവളുടെ ഫ്രണ്ട്, അതായത് ആമിയെ പ്രപ്പോസ് ചെയ്ത ആ ഡോക്ടർ ഇവിടെ തനിച്ചാണ്. അവനെയും കണ്ടെത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. പിന്നീട് ആ ഡോക്ടറിനെ കാണിക്കുന്നു. കറണ്ട് ഇല്ലാത്തതിനാൽ അവൻ ടോർച്ച് അടിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ ജേക്കബ് അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. പെട്ടെന്ന് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നതിനാൽ അവന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഡോക്ടറിനെ നോക്കി നടന്ന ആമിയും ഫ്രണ്ട്സും അങ്ങനെ ആ ഡോക്ടറിനെ കാണുന്നു. എന്നാൽ ജേക്കബ് ഇവരെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല. അവൻ ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ കൂട്ടത്തിലെ ഒരു പെൺകുട്ടിയെ, അതായത് ആമിയുടെ സഹോദരന്റെ ഗേൾഫ്രണ്ടിനെ, അവളെ പിടികൂടിയിട്ട് അവൻ അവളെ കൊല്ലുന്നു. അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് അവിടെ ഒരിടത്ത് ഒളിച്ചിരിക്കുമായിരുന്നു. എന്നാൽ ജേക്കബ് താമരയെ കണ്ടെത്തിയിട്ട് ഒരു വലിയ കത്തി കൊണ്ട് അവളുടെ കഴുത്തറുക്കുന്നു.
അതിനുശേഷം അവൻ ആമിയുടെ സഹോദരനെ പിടികൂടിയിട്ട് അവന്റെ കഴുത്ത് ഞെരിച്ച് മുകളിലേക്ക് ഉയർത്തുകയാണ്. ആമിയുടെ സഹോദരൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ജേക്കബിനെ കുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ പ്രയോജനമുണ്ടായില്ല. ജേക്കബ് അവന്റെ കൈ പിടിച്ചു മാറ്റിയിട്ട് അവനെയും എടുത്തു കൊണ്ടുപോകുന്നു. ഇപ്പോൾ ആമിയും ഫ്രണ്ടായ ഡോക്ടറും മാത്രമാണ് ജീവനോടെയുള്ളത്. ആമി തന്റെ സഹോദരനെ ജേക്കബ് പിടികൂടിയതിൽ വിഷമിച്ച് കരയുകയാണ്. പെട്ടെന്ന് സഹോദരന്റെ ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവളും ഫ്രണ്ടും കൂടി നടന്നു പോവുകയാണ്. അങ്ങനെ അവർ ഒരു മുറിയിലെത്തുന്നു. അവിടെ ഒരു സ്ട്രക്ചറിൽ സഹോദരനെ കെട്ടിയിരിക്കുന്നതായി ഇവർ കാണുന്നു. അപ്പോൾ സഹോദരൻ ഇവരോട് പറയുന്നു, പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിപ്പോകൂ. പെട്ടെന്ന് സ്ട്രക്ചറിന്റെ അടിയിൽ കൂടി ഒരു കത്തി അവന്റെ ദേഹത്തൂടെ തുളച്ചു കയറി വരുന്നു. ജേക്കബ് ഒരു ചെയിൻസോയുമായി സ്ട്രക്ചറിന്റെ അടിയിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ സഹോദരനെ കൊന്നതിനു ശേഷം ജേക്കബ് ഇരുവരുടെയും നേർക്ക് വരുന്നു. തന്റെ സഹോദരനെ കൊന്നതിൽ ആമി വളരെയധികം ദേഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൾ ജേക്കബിനെ ആക്രമിക്കുന്നു. പക്ഷെ അതൊന്നും അവനെ ഏൽക്കുന്നില്ല. അപ്പോൾ ജേക്കബ് ആണെങ്കിൽ ചെയിൻസോ ഉപയോഗിച്ച് അവളെ കൊല്ലാനായി വരുന്നു. അതേസമയം തന്നെ ആമിയുടെ ഫ്രണ്ട് വന്ന് അവളെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ അവനും പരിക്കേറ്റിരുന്നു. അങ്ങനെ ഓടി അവർ ബേസ്മെന്റിലേക്ക് വരുന്നു. അവിടെ ഒരു ഇരുമ്പ് ഗേറ്റ് ഉണ്ടായിരുന്നു. ജേക്കബ് കയറാതിരിക്കാൻ വേണ്ടി അവർ ആ ഗേറ്റ് ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ജേക്കബ് വന്നിട്ട് ആ ഗേറ്റ് തുറക്കാനും പൊളിക്കാനുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവന് അതിനൊന്നിനും കഴിയുന്നില്ല. ആമയും ഫ്രണ്ടും കൂടി ബേസ്മെന്റിന്റെ അകത്തേക്ക് പോകുന്നു. ഭാഗ്യവശാൽ അവിടെ ഒരു വിൻഡോ അവർ കാണുന്നു. അപ്പോൾ ആമയുടെ ഫ്രണ്ട് അവളോട് പറയുന്നു, നീ പുറത്തു പോയിട്ട് പോലീസിനെ വിളിക്കൂ, ഞാൻ ഇവിടെ നിൽക്കാം. അവൻ അങ്ങോട്ടേക്ക് വരാതെ ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കും. ആമി അങ്ങനെ ആ വിൻഡോയിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ ജേക്കബ് ഇവരെ പിടിക്കാനായി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആമി പുറത്തിറങ്ങിയത് അവൻ കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആമി വിൻഡോ വഴി തിരിച്ച് ബേസ്മെന്റിലേക്ക് കയറുന്നു. എന്നിട്ട് ഫ്രണ്ടിനോട് പറയുന്നു, നമ്മൾ കണ്ടെത്തിയ വഴി അവനും കണ്ടുപിടിച്ചു. ജേക്കബ് നമ്മളെ കൊല്ലാനായി പുറത്തു നിൽപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാം. അങ്ങനെ ഇരുവരും കൂടി അവിടെ നിന്ന് ഓടുന്നു. അവർ മുന്നോട്ട് ഓടി വരുന്ന വഴി ലോക്ക് ചെയ്ത ഒരു ഡോർ കാണുന്നു. ആമി ആ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജേക്കബിന്റെ ചെയിൻസോ ഡോർ മുറിച്ചുകൊണ്ട് അവളുടെ വയറ്റിലേക്ക് കുത്തിക്കയറുന്നു. തൽക്ഷണം അവൾ അവിടെ മരിക്കുന്നു. അതും കൂടി കണ്ടപ്പോൾ ആമിയുടെ ഫ്രണ്ടിന് വല്ലാതെ ദേഷ്യപ്പെട്ട് സ്വയം പറയുന്നു, ആ ഭ്രാന്തൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും കൊന്നു. എല്ലാത്തിനുമുപരിയായി ആമിയുടെ മരണത്തിൽ അവന് വളരെയധികം വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ജേക്കബിനോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നിട്ട് അവൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. ജേക്കബ് അകത്തേക്ക് വരുമ്പോൾ അവനെ കൊല്ലാൻ ഉറപ്പിച്ചാണ്. അങ്ങനെ ജേക്കബ് അകത്തേക്ക് വരുമ്പോൾ ആമിയുടെ ഫ്രണ്ട് അവനെ ആക്രമിക്കുന്നു. എന്നാൽ ജേക്കബ് അവനെ പിടികൂടിയിട്ട് അവനെ ഒരുപാട് അടിച്ച് മുറിവേൽപ്പിക്കുന്നു. എന്നാലും അവൻ ഉറപ്പിക്കുന്നു, ഞാൻ ഒരിക്കലും തോൽക്കാൻ പോകുന്നില്ല, ഞാൻ ഉറപ്പായും അവനെ അവസാനിപ്പിക്കും. അതിനുശേഷം കെമിക്കൽ വേർതിരിച്ചെടുക്കുന്ന ഒരു എംബാമിംഗ് മെഷീൻ ഓണാക്കുന്നു. അതിന്റെ പോയിന്റിൽ ഉറപ്പിച്ച നീഡിൽ കൊണ്ട് ജേക്കബിന്റെ ശരീരത്തിലേക്ക് കുത്തുന്നു. അങ്ങനെ ആ രാസവസ്തു അവന്റെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങി. അതോടെ അവൻ കുഴങ്ങി താഴേക്ക് വീഴുന്നു. അവൻ മരിച്ചെന്ന് കരുതി ആമിയുടെ സുഹൃത്ത് കാറിൽ കയറി കാർ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ വഴിയിൽ ഒരു തടസ്സം കാണുന്നു. അവൻ തടസ്സം മാറ്റാനായി കാറിൽ നിന്നിറങ്ങിയിട്ട് അത് മാറ്റുന്നു. എന്നിട്ട് തിരിച്ച് കാറിന്റെ അടുത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ കാറിന്റെ ഡോർ തുറന്നു കിടക്കുന്നതായി അവൻ കാണുന്നു. ഇത് കണ്ട് അവൻ ഭയപ്പെടാൻ തുടങ്ങി. കാരണം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ജേക്കബ് ആയിരിക്കും. അവൻ ഉറപ്പായും കാറിൽ കാണും. അതുകൊണ്ട് അവൻ പേടിച്ച് പിന്നിലേക്ക് നടന്നതും പിറകിലായി ജേക്കബ് നിൽക്കുന്നു. ജേക്കബ് അവന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തിട്ട് അവനെ കൊല്ലുന്നു. ഇവന്റെയും മരണത്തോടെ ജേക്കബ് നോട്ടമിട്ടിരുന്ന എല്ലാവരുടെയും ജീവൻ എടുത്തു കഴിഞ്ഞു. ഈ സീനോടെ ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.